ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എപ്പോഴും വെഡിങ് കളക്ഷൻ എന്ന് പറഞ്ഞു രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാം ഓർത്തും നമ്മുടെ വെഡിങ് കളക്ഷനും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും എല്ലാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നാളെ ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓണമായിരിക്കും, നാളെ ഓണം. ആ ഓണത്തിൻ്റെ ആ ഒരു സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഓണം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം കൂടെ എല്ലാം വീട്ടുകാരൂടെ കൂടി നമ്മുടെ സമൃദ്ധിയൊക്കെ ഒന്ന് ആഘോഷിക്കുമല്ലേ. അപ്പോൾ ഒരു ദിവസമൊന്നും അല്ലെന്നേ, എല്ലാ ദിവസവും നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും സമൃദ്ധിയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയിൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ശരിക്കും ഒരു ദിവസം പണ്ടൊക്കെ ഇങ്ങനെ ഓർക്കണില്ലേ, വർഷത്തിൽ സ്കൂൾ ഓർക്കുമ്പോൾ ഒരു ഡ്രസ്സ്, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഓണത്തിന് വലിയ ഡ്രസ്സ് എടുക്കുകയല്ലൊന്നുമില്ലായിരുന്നു. ആ വർഷത്തിൽ സ്കൂള് ഓണത്തിന് ഒരു ഡ്രസ്സ് എടുക്കൽ. ഇപ്പം എങ്ങനെ ഓണത്തിന് ആരും ഡ്രസ്സ് എടുക്കാൻ അങ്ങനെയൊന്നും വന്നേയില്ല. എപ്പോഴും ഡ്രസ്സ് എടുക്കലല്ലേ. മറ്റേ പെരുന്നാൾ മുസ്ലിംസിൻ്റെ, ക്രിസ്ത്യൻസിന് പിന്നെ ക്രിസ്മസിന് ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ കണക്കൊന്നുമില്ല, എടുത്ത് കിട്ടിയാലായി ഡ്രസ്സ്, അങ്ങനെയുള്ളൂ. ഇപ്പം എന്നും ഓണമല്ലേ, അത് ദൈവത്തിൻ്റെ ഒരു കൃപയല്ലേ എന്ന് ഓർത്ത് നോക്കി. എന്തിനെല്ലാം കൊതിയുണ്ടോ, ഇച്ചിരി പായസത്തിൻ്റെ കൊതി. എൻ്റെ അമ്മ എന്താ അല്ലേ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, നമുക്കെല്ലാം ദൈവം തന്ന് തൃപ്തിയാക്കിയേക്കോലെ. ആർക്കെങ്കിലും ഇങ്ങനെ ദാരിദ്ര്യമുണ്ടോ? പണിയെടുക്കാൻ പോയാൽ നമ്മൾ പണിയെടുക്കാൻ പോയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പണിയെടുക്കാനൊക്കെ ആയുസ്സും ആരോഗ്യവും തരട്ടെ. ഒരു വചനം വായിച്ചു തുടങ്ങാവേ. ഞാൻ എപ്പോഴും വായിക്കണേ നമ്മളെ ഓരോരുത്തരെ പറ്റിയുള്ളതാട്ടോ. നിന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ട് ഒരുക്കിയേക്കണ പദ്ധതി ശുഭവും അത് പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. പക്ഷെ നമ്മൾ ഞാൻ എന്നുള്ള അഹങ്കാരത്തിയിട്ട് ഓടുക. ലോകപ്രകാരം ഞാൻ അതിൽ കൂടെ പോയാൽ ഞാൻ വലിയ അവസ്ഥയ്ക്കും, ഞാൻ ഈ വഴി, ഈ ലോകത്തിന് വഴി അതിവിശാലവും മനോഹരവുമാണ്. ദൈവത്തിങ്കിലേക്ക് നടക്കണം. ദൈവം പറയണ വഴി ഇടുങ്ങിയതും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. ഏറ്റവും അതിൽ ബുദ്ധിമുട്ട് ഞാൻ എന്നുള്ള അഹങ്കാരത്തിനെ മരിപ്പിക്കലാണ്. അപ്പോൾ അത് മാറിയാൽ തന്നെ ഞാൻ എന്നുള്ള അഹങ്കാരം മാറി യേശുക്രിസ്തു എന്ന ആ ദിവ്യ സ്വഭാവത്തിൻ്റെ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ രൂപമല്ല, ആ വചനം, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാകുക എന്ന് പറഞ്ഞേക്കണേ. യേശു പറഞ്ഞേക്കണേ, ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അപ്പോൾ എടുത്തു പറയുക, ഞാൻ സൗമ്യതയും താഴായ്മയും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സൗമ്യതയും താഴായ്മയും ഉള്ളവർ ഭൂമി കൈവശാക്കുമെന്ന്. അപ്പം അത് സത്യമാട്ടോ. ഞാൻ ഒത്തിരി കാലം പണിയെടുത്തു, എനിക്ക് ഒന്നും സമ്പാദ്യമില്ലായിരുന്നു. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ. അപ്പോൾ ഞാൻ ആ യേശുവിലേക്ക് തിരിഞ്ഞു, ആ സൗമ്യതയും താഴായ്മയുള്ള യേശുവിലേക്ക് തിരിഞ്ഞപ്പോൾ ആണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ. അപ്പോൾ അതാണ് ബൈബിള് പറയണത്, എല്ലാം കറക്റ്റാണ്. അതിരാവിലെ എഴുന്നേറ്റ് അതിരാത്രി പണിയുന്നവന് വൃഥാ പണിയുന്നു, തനിക്ക് പ്രസാദമുള്ളവനത് ഉറക്കത്തിൽ നൽകുന്നു. അപ്പം നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ വഴി നടന്നിട്ട് നമ്മൾ സമ്പാദിക്കുമെങ്കിൽ അത് പൊലിച്ചു വരും. അതല്ലെങ്കിൽ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് അതിരാത്രി വരെ പണിയുന്നവൻ വൃഥാ പണിയുന്നു എന്ന് ബൈബിൾ പറയുക. അത് ഞാൻ എന്നുള്ള അഹങ്കാരത്തിലെ പണിയണേ. ഞാൻ അത് ചെയ്യും, ഞാൻ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഞാൻ 9 മാസം കഷ്ടപ്പെട്ട് പ്രസവിച്ച് നമുക്ക് കൊച്ചിനെ ദൈവം തന്നതല്ലേ, അല്ലെങ്കിൽ നമുക്ക് വളർക്കാൻ പറ്റുമോ. എൻ്റെ യേശപ്പ, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ഒന്നും നമ്മുടെ പിടിക്കില്ല, ഞാൻ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. എന്നും നിങ്ങളുടെ വീട്ടിൽ പൊന്നോണാകട്ടെ. ആ ചിരിയും കളിയും ആഘോഷങ്ങളൊക്കെ എന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അപ്പോൾ രേവതിയിലെ ബ്യൂട്ടി പാർലറിലെ എല്ലാവരുടെയും പേരിലും, തയ്യക്കടയുടെ എല്ലാവരുടെയും പേരിലും, തുണിക്കടയിലെ എല്ലാവരുടെയും പേരിലും, സ്വർണ്ണക്കടയുടെ പേരിലും, എല്ലാവരുടെയും പേരിലും, ഞങ്ങളുടെ സ്റ്റാഫുകളുടെയും എൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലും നിങ്ങൾക്ക് ഹാപ്പി ഓണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. ഹെയർ ട്രീറ്റ്മെൻറ്റ് ആണ്. ഹെയർ ഇന്നിപ്പോൾ വന്ന കൊച്ച്, ആ കൊച്ച് ഇപ്പോൾ വീഡിയോ പിടിച്ചിട്ടിരിക്കണം. ആ കൊച്ച് ഹെയർ അത് ഇങ്ങനെ ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്തായിരുന്നേ. പക്ഷേ ഇതിൻ്റെ മുടിയിട്ട് അയണിങ് മെഷീനൊന്നും പിടിക്കില്ല, അയണിങ് മെഷീൻ പോലും തീർക്കുക, എത്ര ഫ്രസിയാണ്. അങ്ങനത്തെ മുടി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ കൊള്ളൂല, കരാട്ടിന് നല്ലത്. അപ്പോൾ ഞാൻ ആ മോളോട് പറയും, ഞാൻ നിർബന്ധിച്ച് കരാട്ടി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത തവണ മോൾക്ക് ഹെയർ ലാസിങ് കരാട്ടിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തോളാം. അപ്പം നമ്മുടെ മുടിയെ പിടിച്ച് നമ്മൾ തന്നെ അത് കറക്റ്റ്. എല്ലാവരും ഓർക്കും ഞാൻ കരാട്ടിനെ പ്രൊമോട്ട് ചെയ്യുവാണോ എന്ന്. അപ്പോൾ എനിക്ക് ലാഭം പക്ഷേ ഹെയർ ലാസിങ്, അതിൻ്റെ ക്രീമുകൾക്ക് അധികം വില വരില്ല.
മറ്റത് മേടിക്കുമ്പോൾ അത് തീരുമ്പോൾ മേടിക്കുമ്പോൾ നമുക്ക് കുറേ ടെൻഷൻ, നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ നമ്മൾ കരാട്ടിൻ, നിങ്ങൾ പാർലറുകളിൽ പോകുമ്പോൾ കരാട്ടിൻ്റെ ഏതാ ചെയ്യണേന്ന് ചോദിക്കുക. പലരും കരാട്ടിനാണ് ചെയ്തെന്നിട്ട് അത് ശരിയായില്ല. നിങ്ങൾ കരാട്ടിൻ്റെ പേര് പറ. കരാട്ടിൻ നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യണേ. അപ്പം നമ്മളത് പേരൊക്കെ ചോദിച്ചു, അതൊക്കെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പോൾ ഏതാ നല്ലത്, നമ്മൾക്കൊരു അറിവ് വേണം. ഒരു പാർലറിൽ പോയി പിരിയാൻ ത്രെഡ് ചെയ്യാൻ കയറിയിരുന്നു. പിരിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നമ്മളെ കണ്ണാടിയിൽ നമ്മളെ പറ്റിയുള്ള ഐഡിയ അവർക്കില്ല. അപ്പം നമുക്കൊരു ടേസ്റ്റ് പറയുക. അതല്ല, നമുക്കൊരു ഐഡിയ ഇല്ലാത്ത ആണെങ്കിൽ അവരുടെ ടേസ്റ്റ് ചോദിക്കുക. എനിക്ക് ഐഡിയ ഉള്ള കാരണം ഞാൻ എൻ്റെ പിരിയം മേളിലെടുക്കൂല. ഇവിടെ മാത്രം ഇച്ചിരി വിലപ്പോഴും എടുത്താലേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റാർട്ടിങ് ഒന്നുമില്ല, അവിടെ എടുപ്പിക്കുകയില്ല. അപ്പം നമ്മുടെ ഐഡിയയ്ക്ക് ചെയ്യിച്ചാൽ മതി. നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ ഐഡിയ ചെയ്യുക. ഈ എല്ലാത്തിനും നമുക്കൊരു ഒരു ബോധം വേണം അത്യാവശ്യം. അപ്പോൾ പല പല വീഡിയോസുകളും പല അറിവുകളും നേടുക. ഇങ്ങനെ കണ്ട് പൊട്ടത്തരങ്ങളിൽ ചെന്ന് ചാടരുത്. എപ്പോഴും ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടും ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് തന്നെ എന്തോരം ബോധം മനുഷ്യർക്ക് വയ്ക്കുന്നു. ഒത്തിരി നല്ല ഇച്ചിരി പ്രായമുണ്ട് കേട്ടോ, ഒത്തിരിയല്ല, എന്നാലും എനിക്ക് വലിയ സന്തോഷമായിട്ടോ. അത് ഇങ്ങനെ സ്കീമിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്കീമിലെ പൈസ കൊണ്ടുതരാൻ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നാട്ടോ. അപ്പോൾ മോനെ എങ്ങനെ അവിടുത്തെ ആലച്ചനോട് ചോദിക്കാം, മോനെ ഈ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് വീഡിയോയിൽ റോസ് ഗോൾഡ്. അപ്പോൾ ഓർക്കും ഈ സ്വർണ്ണം ഇനി റോസ് ഗോൾഡ് അത് പുതിയ സംഭവമാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഓർക്കുക എന്താ എല്ലാം അതൊക്കെ അറിഞ്ഞ് ചോദിച്ചറിയാനേ. അപ്പോൾ പറഞ്ഞു കൊടുത്തു, റോസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൽ ഇപ്പം മഞ്ഞ കളറുള്ള സ്വർണ്ണം, ഇപ്പം ന്യൂജനൊക്കെ റോസ് കളറ്, ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ ഷെയ്ഡ് വന്നതാണ് റോസ് ഗോൾഡ്. അപ്പോൾ ആൻറ്റിക് കളറ്, അങ്ങനെയൊക്കെ കളറുകൾ ഡൈ ചെയ്യണതാണ്. അപ്പോൾ അതാണ് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ശ്രദ്ധിക്കും, അത് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ വീഡിയോയിൽ കേൾക്കണത് എല്ലാ ആൾക്കാർക്കും ഒത്തിരി അറിവ് നേടാൻ സഹായിക്കേണ്ടത്, അതൊക്കെ അത് കേൾക്കുക. അപ്പം നമ്മൾ പലതും അന്വേഷിക്കുക. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ലോകത്തിനെ പറ്റി ഇപ്പോൾ ഓൺലൈൻ കണ്ടൊരു വെളിവ് വെച്ചില്ലേ, എന്നിട്ട് നമുക്ക് വല്ലപ്പോഴും പുറത്തിറങ്ങി ഒരു വിവരവും ഇല്ല. ഇപ്പോൾ തുണിയുടെ കാണുമ്പോൾ തുണി എന്നാ അപ്ഡേഷൻ എന്ന് മനസ്സിലാവും, സ്വർണത്തിൻ്റെ കണ്ടാൽ സ്വർണ്ണം എന്നാ പുതിയ ഫാഷൻ എന്ന് മനസ്സിലാവും, ചെരുപ്പിൻ്റെ കണ്ടാൽ ചെരുപ്പെന്താ, എല്ലാത്തിൻ്റെയും ഒരു വെളിവ് വയ്ക്കുക എന്താ പുതിയത്. പിന്നെ നമുക്കൊരുവിധം ഇന്നതാ വേണ്ട, എനിക്ക് ഇന്ന ഫാഷൻ ഇഷ്ടമാണ്, ഒരു ഐഡിയ പോയാൽ പെട്ടെന്ന് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഉപകാരമുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഓണത്തിന് ഒത്തിരി ലൈറ്റ് വെയ്റ്റിൻ്റെ എക്സിബിഷൻ, ഞാൻ പറഞ്ഞില്ല എക്സിബിഷന് പോയി കുറഞ്ഞു. എല്ലാ ദിവസവും തുണിക്കെട്ട് വന്ന പോലെ വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇപ്പോൾ അതിൻ്റെ പൈസ ഉണ്ടാക്കലാണ്. എനിക്കിപ്പോൾ കിടന്നാലും ഓർക്കാൻ പറ്റില്ല. പോയപ്പോൾ ചുമ്മാ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൈസ അഡ്വാൻസും കൊടുത്തിട്ടു. ആ അഡ്വാൻസ് തുക പോകും എടുത്തില്ലെങ്കിൽ. അപ്പോൾ എന്നും നമുക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് പല പല ഫാഷൻ. അപ്പം നമ്മൾ നിറച്ച് വീഡിയോ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് വരിക. അപ്പോൾ പെട്ടെന്ന് തീർന്നാൽ അടുത്ത വീഡിയോ, അടുത്ത എക്സിബിഷനും അല്ലാണ്ടൊക്കെ പുതിയ ഐറ്റം ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീഡിയോസ് കാണുക. ഹലോ, ഇന്ന് ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറാട്ടോ. ഞാൻ നമ്മുടെ കടയുടെ ഓടസാരി കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. ചെറുതായിട്ട് വലിയ ഓണാഘോഷമൊന്നുമില്ല. എല്ലാവരും ഒരു ദിവസം ഒരു ക്രീം സാരി, അത്ര ആഘോഷമൊക്കെ ഉള്ളൂ. അപ്പോൾ മോള് നമ്മുടെ നേരത്തെ ചെയ്ത 2 വർഷം കൂടി നാട്ടിൽ വരുക അല്ലേ. വീട്ടിൽ പോയാൽ നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോന്നേ, ജസ്റ്റ് വീട്ടിൽ കയറി ഇങ്ങോട്ട് പോകും കേട്ടോ. കൊച്ചിന് സുന്ദരിയായിട്ടാ. 1 വർഷമൊക്കെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ കെയർ അത് ഞാൻ പ്രത്യേകം പറയട്ടെ, നമ്മൾ ഈ ട്രീറ്റ് ചെയ്തെന്ന് ഓർത്താൽ കുറച്ച് നാളത്തേക്കല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്തു അല്ലെങ്കിൽ എണ്ണ വെച്ച് മസാജ് ചെയ്യുന്നവരായിരിക്കണം. ഒരു മസാജിങ് നമ്മൾ എപ്പോഴും തലയ്ക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് 2 വർഷം ആയാലും 2 വർഷം ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിൻ കഴിക്കണം കേട്ടോ. ഇതൊന്നും കഴിച്ചിട്ടില്ല അല്ലേ സഹോദരി? വടിയെടുത്ത് അടി കൊടുക്കട്ടെ. മുടി കണ്ടാൽ അറിയാം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ആ മുടി നമ്മളോട് സംസാരിക്കും. എന്തൊരു കാര്യം ഇങ്ങനെയല്ലേ, ഈ ചെടിയൊക്കെ ഇടയ്ക്കും ഇങ്ങനെയൊക്കെ നടന്നവർ പറയില്ലേ, അത് നമ്മളോട് സംസാരിക്കുന്ന അതുപോലെയാണ് ഇത്. ഇങ്ങനെ നമ്മളോട് സംസാരിക്കും. പിന്നെ സാരി ഒന്നും ചെരുപ്പ് കൊടുത്തില്ല, അപ്പോഴാണ് കണ്ണാടി ഒക്കെ ഉടുത്തോണ്ട് നിൽക്കുമായിരുന്നു കൂടി പിടിച്ചത്. പിന്നെ അപ്പോൾ ഈ മുടി ഇനി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കരാട്ടിനാട്ടോ കൊച്ചി തോണം ചെയ്യാൻ പോണേ. അപ്പോൾ കരാട്ടും ചെയ്ത് അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പടി പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഈ പൊട്ടലതേ പുതിയത് വന്നേക്കണതിനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കാന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണേ. നമ്മുടെ ഹെൽത്ത് നമ്മൾ സ്നേഹിക്കണം. അല്ലാണ്ട് നമ്മൾ ലോകം അപ്പടി ഓടുകയാണെന്ന് കാര്യമില്ല. കുറേ മുട്ടയൊക്കെ കഴിക്കണം. മുട്ട ഒത്തിരി നല്ലതാണ്. പച്ചക്കളറുള്ള ഫുഡ്, എന്തെങ്കിലും ഒരു ജ്യൂസ് കിട്ടണം, നല്ല സാധനമൊക്കെ കഴിക്കുക. നമ്മുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്തുവിൽ ശ്വസിക്കണം. വിശുദ്ധ മന്ദിരം നമ്മൾ അതിനെ പരിപാലിച്ചില്ല പിന്നെ എന്തിനെ പരിപാലിക്കണം? നമ്മുടെ ഹെൽത്താണ് മക്കളുടെ ഹെൽത്ത്, മക്കളുടെ അസറ്റ്.
അല്ല മക്കൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓടിയെടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പോകരുത്. അവരുടെ നമ്മൾ എത്ര കാലം ജീവിക്കണം അത് അവർക്ക് അസറ്റാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ ഇപ്പം കണ്ടോ മുടി ഇങ്ങ് മാറിയില്ലേ? അങ്ങനെ കിടന്നപ്പോൾ മുടി ഇല്ലാത്ത പോലെ തോന്നി കേട്ടോ. എങ്ങനെ ഇപ്പം ദേ മുടിയെല്ലാം ഓക്കെ ആയി. എല്ലാം ദേ അതെ പഴയ നല്ല നല്ല ആവശ്യത്തിന് മുടി പോലെ തോന്നിക്കുന്നില്ലേ? ഉള്ളും തോന്നിക്കുന്നില്ലേ? കരാട്ടിൻ ചെയ്തേക്കുന്നത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ആട്ടോ. കരാട്ടിൻ ചെയ്യുമ്പം എല്ലാവരും പറയുന്നത് ഉള്ളു തോന്നിക്കേണ്ടത് കവറിങ്ങല്ലേ, കുറേ സാധനം തേച്ച് പിടിപ്പിക്കുമല്ലോ. അപ്പോൾ കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിങ്ങനെ നല്ലതാണ്, നമ്മളതിൻ്റെ അഡീഷൻ ആവും. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത നമുക്ക് പറ്റില്ല. എനിക്കിപ്പോൾ എൻ്റെ പൊന്നെ തല കഴുകി ആ ഫ്രൈ ചെയ്തുകൊണ്ട് നടക്കുക. അതൊന്നും ചെയ്യാനിട്ട് എൻ്റെ പൊന്നോ എല്ലാവരും കാണുമ്പോൾ അയ്യോ ഇതെന്നാ പറ്റി ഇങ്ങനെ ചോദ്യം തുടങ്ങി. എന്ത് ചെയ്യാത്തതെന്ന് ഞാൻ കാരണങ്ങൾ പറഞ്ഞല്ലോ. ചെയ്യണം. അടുത്ത ദിവസം ഈ തിരുമിനൊക്കെ പോയാലോ എന്ന് ആലോചിക്കേണ്ട. അപ്പോൾ അവർ തലയുടെ തണ്ടൊക്കെ തേക്കുന്നൊക്കെ അവർക്ക് പറഞ്ഞ് നമ്മൾ ഇത് കരാട്ടിനൊക്കെ പോയാലോ എന്നൊക്കെ ഓർത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തേക്കാൻ പാടുള്ളൂ. ഇത് കണ്ടോ എന്ത് ഭംഗിയാ മോളെ ഇഷ്ടപ്പെട്ടോ? അപ്പം പുറത്തുനിന്ന് വരുന്നവരെല്ലാം ഇതൊക്കെ മുഖമൊക്കെ കാണിക്കാം. പിന്നെ എന്ത് നല്ല കാര്യമുണ്ടോ. കൊച്ചിന് ഇഷ്ടപ്പെട്ടിട്ട് അത് കൊച്ച് 2 വർഷം മുമ്പ് ഇവിടെ വന്ന് ഹെയർ ലാക്സിങ് ചെയ്തിട്ട് പോയതാ. കൊച്ച് അടുത്ത തവണ ഇപ്പോൾ വന്നോളൂ. കൊച്ച് മൊത്തം ടയേർഡാ. ഇനി ഓട്ടാണ്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം പെട്ടെന്ന് ചെയ്യാൻ വന്നേരെ ആഫ്റ്റർ കെയർ ഇത് ചെയ്യാൻ താമസിച്ചാലും ആഫ്റ്റർ കെയർ ഫോളോ അപ്പ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ കഴിക്കണം. ഇതൊന്നും കഴിക്കണില്ല കേട്ടോ. ഞാനിങ്ങനെ വഴക്ക് പറയാനിരിക്കുമല്ലോ. ഒരു മാക്സിമം അവരെ വഴക്ക് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ ഒരു കാരണം എനിക്ക് ഒത്തിരി അബദ്ധം പറ്റിപ്പോയി. D3 ഫോളോ അപ്പ് ചെയ്യണം. എൻ്റെ പല്ല് മുടി നരച്ചു, പല്ലെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അത് ഇനിയാണ് D3യുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. മോണയ്ക്കും ബ്ലഡ് വരൽ അങ്ങനെയൊക്കെ അതൊക്കെ D3യുടെ പ്രോബ്ലമാണ്. പിന്നീട് അറിഞ്ഞത് എല്ലാ അസുഖങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ മൊത്തത്തിൽ താഴെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പുള്ള കളിക്കരുത്. D3 ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ സിങ്കോബേറ്റ് ഏതെങ്കിലും ഒരു മൾട്ടി വിറ്റാമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം. ഒത്തിരി വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ആരോഗ്യം നോക്കുക. നിങ്ങളുടെ ആരോഗ്യം ലോകത്തിൻ്റെ അസറ്റാണ്. അപ്പോൾ ഇങ്ങനെ മുടിക്ക് ചെയ്യാനുള്ളവർ പെട്ടെന്ന് വായുവോ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാട്ടോ. മോള് നേരത്തെ ഹെയർ സ്മൂത്തനിങ് ചെയ്തേക്കണ മുടിയാണ്. ഇവിടെ വരെയൊക്കെ വളർന്നു. അപ്പോൾ കൊച്ചതാ പറഞ്ഞത്. അപ്പം ഞാൻ ഈ മുടി ഇങ്ങനെ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ ചുരുണ്ടതാണ്. അപ്പം ഞാനിത് കരാട്ടിലേക്ക് കാരണം എന്താ വെച്ചാൽ ചെയ്ത മുടിയിൽ പിന്നെ സ്മൂത്തനിങ് വരുമ്പോൾ അത് ഫ്രസ്സി ആവും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നന്നായിട്ട് ഫ്രസ്സി ആയിട്ട് ഇരിക്കണേ. ഫ്രഷ്നെസ് കുറയാൻ കരാട്ടിനാണ് എപ്പോഴും നല്ലത്. ഒരു പ്രാവശ്യം കരാട്ടിൻ ചെയ്താൽ പിന്നെ എപ്പോഴും കരാട്ടിലേക്ക് ആൾക്കാർ തിരിയുക. ഇപ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ എന്താ കരാട്ടിൻ പ്രൊമോട്ട് ചെയ്യുമെന്ന് ഓർക്കും. നിങ്ങൾ രണ്ടും ചെയ്തവർക്ക് കരാട്ടൻ ഇപ്പം ഇനി മോക്ക് അടുത്തോണം ഈ സ്വയമായിട്ട് സെലക്ട് ചെയ്യാം ഏത് വേണമെന്ന്. ചിലത് കരാട്ടൻ ചെയ്തവർക്ക് ചിലർക്ക് ഹെയർ ലാക്സിങ് ഒതുങ്ങുന്ന രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഓണം നമ്മളൊന്നും പറയണ്ട, തന്നെത്താൻ ഏത് വേണമെന്ന് സ്വയം തീരുമാനിച്ചു വരും. അപ്പോൾ ഈ തവണ കരാട്ടിനാണ് ചെയ്യുന്നത്. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ആണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞു. ആഫ്റ്റർ കെയറും ചെയ്ത് മൾട്ടി വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനൊക്കെ കഴിച്ച് അടുത്ത ഓണം പനങ്കുലയായിട്ട് വരുമ്പോൾ ചോക്ലേറ്റിന് പറഞ്ഞ് അപ്പോൾ യേശുവിൻ്റെ കൃപ അങ്ങനെ തന്നെ വരും. അപ്പോൾ ഇപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ചേഞ്ച് നോക്കിക്കോട്ടെ. ഹെയർ മേക്ക് ഓവർ എന്ത് ഒരാളുടെ വ്യത്യാസം വരുന്നത് നമുക്കിത് കഴിയുമ്പോൾ കാണാവേ. അപ്പോൾ വെയിറ്റ് ചെയ്യൂ. നോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ മുടി കണ്ടോ? അന്നേരം കണ്ട മുടിയാണെന്ന് നോക്കിക്കേ. ഇപ്പം ആവശ്യത്തിന് കൊച്ചിന് മുടിയില്ലെന്നൊന്നും ആരും പറയില്ല. പിന്നെ ഇങ്ങനെ ഒഴുകി കരാട്ടിനാണ് ചെയ്തേക്കണേ. കരാട്ടിൻ ചെയ്യുമ്പോഴത്തെ ഗുണം എന്നാ വെച്ചാൽ ഒഴുകി കിടക്കും കേട്ടോ. ഇപ്പം കരാട്ടിൻ ചെയ്ത മുടിയിൽ ഞാനിപ്പോൾ എൻ്റെയൊക്കെ വൈറ്റ് ഹെയറിന് കളർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എൻ്റെ മുടിയിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് കളർ മറ്റേ ഈ ബ്രൗണും ഈ ഷെയ്ഡൊക്കെ ഇടാൻ, കോപ്പർ കളറൊക്കെ ഇടാൻ. അപ്പോൾ ഇടുമ്പോൾ ഞാൻ വിട്ടുപോരുമായിരുന്നു. ആ ഇടുന്നിടത്ത് വെച്ചെൻ്റെ മുടി അവിടെ വെച്ചിട്ട് വിട്ടുപോകുന്നതാണ് ഇത്രയും കാലം. പക്ഷെ ആദ്യമായിട്ട് ഈ തവണ ബ്ലീച്ചിട്ടിട്ടു. കാരണം ഈ ബ്ലാക്ക് ഇടുന്ന ഈ കളർ കിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ പോലും സിൽക്കി ആയിട്ട് കിടക്കണേ. ഭയങ്കര അതിശയമാണ്. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഞാൻ കരാട്ടിനല്ല മുടിക്കുക. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, കവർ ചെയ്യുക. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ പ്രോട്ടീനാണ്, കവറിങ് വരിക. അപ്പോൾ മുടിക്ക് ഒത്തിരി ബെറ്ററുമായി. ഇപ്പോൾ എപ്പോഴും കളർ ചെയ്യുന്നവരും ഒക്കെ എനിക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഈ മോക്കടെ പിന്നെ അത് സെലക്ട് ചെയ്യാൻ കാരണം ഈ മോക്കടെ ചുരുണ്ട് ഭയങ്കര ഫ്രസ്സിയാണ്, മുഖമൊക്കെ ഓയിലിയാണ് താനും. അപ്പോൾ ഞാൻ പറയുന്നത് മോളോട് മൊത്തം D3 ഒക്കെ ടെസ്റ്റ് ചെയ്തു.
കാരണം ഇങ്ങനെ പൊട്ടല് ഈ കൊച്ചിന് ഇവിടെ ഉള്ളുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ താഴത്തേട്ട് വരുമ്പോൾ പൊട്ടിപ്പോവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തോ വിറ്റാമിൻ കുറഞ്ഞിട്ടാലോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വിറ്റാമിനൊക്കെ കഴിക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആവും. എപ്പോഴും ഓർക്കണം, നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാലാണ്. നിങ്ങൾ മുടിയിൽ എണ്ണ വെച്ചല്ല ശ്രദ്ധിക്കേണ്ടത്, ഫുഡ് നമ്മുടെ ഹെൽത്ത് കറക്റ്റ് ആവും. ഇടയ്ക്ക് ഒരു ബയോട്ടിൻ, സിങ്കോവേറ്റ്, D3 ഇതൊക്കെ ഒന്ന് കഴിക്കണേന് ഒരു ഗുളിക ഇടുന്നതിന് സമയത്തിന് ആർക്കും കുഴപ്പമില്ലല്ലോ. ഓർക്കൂല, ഈ ബാഗിലെടുത്തിട്ട് ഓർക്കണ സമയത്ത് ബാഗിൽ നിന്ന് എടുത്ത് തിന്നാം. എല്ലാവരും ബിസി ആക്കാരല്ലോ. അപ്പോൾ ഓർക്കാത്ത ബാഗിലിട്ടോട് നടന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ കടയിലെ പിള്ളേർക്ക് തിന്നാൻ കടയിൽ സിങ്കോവൈറ്റ് മേടിച്ച് ചേർക്കുക, എന്നിട്ടും ആർക്കും തിന്നാൻ പറ്റില്ല. അപ്പോൾ എന്തും എടുക്കാൻ ഓർത്ത് നോക്കുക. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ്. ഉണ്ടോ, ഇഷ്ടം പോലെ ഇപ്പം മുടിയുണ്ട്. ഇനി മുടിയില്ലെന്നുള്ള ടെൻഷനില്ല. നമുക്ക് അതൊരു വലിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ചറ്റൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണാടി കാണുമ്പോൾ മുടി ഉണ്ടെന്നുള്ള തോന്നൽ തന്നെ നമുക്ക് ഒത്തിരി, അത് തന്നെ ഒരു ഭയങ്കര ആശ്വാസമാട്ടോ. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഇതെന്തിനാ ചെയ്യണം, നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടാനാണ്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനാ, ആരെ കാണാനിരിക്കണേ. നമ്മളെ കാണാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ ആസ്വദിക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ചെയ്ത്? ആ, കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാ കൊച്ചെന്നാ പറയുന്നത് നിങ്ങൾ അറിയണില്ല, ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചി ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുള്ളൂ. എന്നായാലും അടുത്തോളം കൊച്ചു വന്നാൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. സാധാരണ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ആഫ്റ്റർ കെയർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഇവിടെ ചെയ്തവർ കേൾക്കണമെങ്കിൽ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, മറക്കരുത്. ഇത് ചെയ്യാൻ വരുന്നവരും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. ഞാൻ പറയണ പോലെ കേട്ടാലാണ് എൻ്റെ മുടി കിടക്കണ പോലെ കിടക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം, എങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ പെട്ടെന്ന് വായോ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. അപ്പോൾ ഈ മുടി ഇതും നല്ല മുടിയെ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഈ വളഞ്ഞിങ്ങനെ ഇതൊക്കെ ചീകി കഴിയുമ്പോൾ നല്ല ഗ്ലാമറിൽ കിടക്കും. അല്ലാണ്ട് കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിടക്കണതാണ്. അപ്പോൾ ഈ മുടി നേരത്തെ നമുക്കിടെ ഹെയർ ലാക്സിങ് ചെയ്താട്ടോ. ഒരു ഒത്തിരി അകലക്കാരാണ്. എന്നിട്ട് പിന്നെ ഇപ്പോൾ എത്ര നാളായിരുന്നു, 3 വർഷം ഒത്തിരി അകലുന്ന അതിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തേടി പിടിച്ച് വന്നേ കേട്ടോ. അപ്പോൾ ഈ തവണ നമ്മൾ കരാട്ടിനെ ചെയ്യണം. അപ്പോൾ കരാട്ടിന് മറ്റേ ഹെയർ ലാക്സിങ് ചെയ്ത് അതൊക്കെ വെട്ടിപ്പോയി 3 വർഷമാകുമ്പോൾ വെട്ടി പോകുമല്ലോ. അപ്പോൾ ഒത്തിരി അകലെന്നാണ്. യേശുവിൻ്റെ കൃപയാൽ, യേശുവിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യും നല്ല കരാട്ടിൻ ബയോട്ടാനിസ് നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യാൻ പോണേ. റിസൾട്ട് ഒരു സൂപ്പർ സംഭവമാണത്. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾ കരാട്ടിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പേര് ചോദിക്കണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കരാട്ടിൻ ചെയ്താൽ മതി. ആഫ്റ്റർ കെയർ അത് കണ്ട് വലിയ സംഭവം പോലെ ഈ ഷാമ്പൂന്നും അത് ചേർന്നുള്ള കണ്ടീഷണർ ഇത് സംഭവം ബാക്കിയുള്ള സംഭവമൊക്കെയാണ് ഈ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് അത് ഇപ്പോൾ ഷാമ്പൂ ഇല്ലാണ്ട് തേക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒക്കെ വേണം. അപ്പോൾ അതിനാണ് ഷോസ്കോപ്പിൻ്റെ മോയ്സ്ചറൈസർ ഷാമ്പൂകളും ഓരോ ഐറ്റം കൊടുക്കണേ. അതിനാണ് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ. അത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ എണ്ണയൊന്നും പറ്റില്ല. അതിനുള്ള സംഭവങ്ങളെല്ലാം ആണ് കൊടുക്കണം. അപ്പോൾ അതുകൂടെ യൂസ് ചെയ്യണം. പിന്നെ കൂടാതെ D3 ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ ഇതൊക്കെ കഴിക്കുക. അപ്പം ശരി എന്നാൽ അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. ഈ മുടി ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യം കണ്ട മുടിയാണോ ഇതിങ്ങനെ അങ്ങ് കിടന്നോളൂ, ഒഴുകി നമുക്കിങ്ങനെ കരാട്ടിൻ ചെയ്താൽ പിന്നെ മുടിയേന്ന് ഇങ്ങനെ പോയി കൈ എടുക്കാൻ തോന്നില്ല. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ. അതാ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആട്ടോ. ഓർഗാനിക് കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്തേക്കണത്. അപ്പം നമ്മളെപ്പോഴും കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എന്ത് കരാട്ടിനാന്നൊക്കെ നിങ്ങൾ പേര് പഠിക്കണം. പിന്നെ ആഫ്റ്റർ കെയർ കരാട്ടിൻ്റെ അല്ല തന്നത്. കരാട്ടിൻ്റെ ആഫ്റ്റർ കെയർ വേണമെങ്കിൽ തരാൻ നല്ല റേറ്റ് ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ തന്നെ ആഫ്റ്റർ കെയർ സ്പെഷ്യലാണ്. അത് ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും ഇതൊക്കെ 2-3 വർഷമായിട്ട് അത് തന്നെയല്ലേ യൂസ് ചെയ്ത് തന്ന കാര്യം. ആഫ്റ്റർ കെയർ അത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പനങ്കുല ഉണ്ടാവും. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക പറയണ പോലെ എല്ലാം ചെയ്താൽ ഒരു മനുഷ്യനെ പണ്ട് നല്ല പ്രായത്തിൽ ഒരു 10 വയസ്സ് 15 വയസ്സിലുള്ള മുടി അത്രയത്തിലേക്ക് അതിനോടടുത്ത് എത്തിക്കോളും. അപ്പം മുടി എപ്പോഴും നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഒരു പ്രായമായപ്പോൾ എല്ലാവരും ഈ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെയൊന്നും എല്ലാവരും മുടി ട്രീറ്റ് ചെയ്യുക. ആരൊക്കെ അങ്ങനെയൊക്കെ നടക്കണം, മുടി പൊട്ടിപ്പൊളിഞ്ഞ്. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ജീവിതം ഒന്ന് ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സ്റ്റൈലായിട്ട്, ഇപ്പോൾ എല്ലാവർക്കും അതെ ഒരു സ്റ്റൈലായിട്ട് നടക്കണം എന്നൊക്കെ ഇല്ലേ, നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ട് എൻ്റെ M4 എൻ്റെ മോന് കല്യാണം എല്ലാവരും കണ്ട ഒരുപോലെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇടുന്നിട്ട് നമ്മൾ പറയില്ലേ ഈ ജപ്പാൻകാർ ചൈനക്കാർ അവർക്ക് മുടി ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരേ മോച്ചായ. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കട്ടോ. അതിങ്ങനെ നമ്മൾ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാം ഇട്ട് ഇങ്ങനെ കൊരി വരുമ്പോൾ വലിയ വ്യത്യാസം
നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടന്നാൽ നമ്മളെ എന്നായാലും ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ല ഗ്ലാമറിലല്ലാണ്ട് ദൈവത്തിന് തെറ്റു പറ്റൂല. പിന്നെ നമ്മൾ വായ വിളിച്ച് ഉറങ്ങിയാൽ പല്ല് പൊങ്ങും, അപ്പോൾ പല്ല് കംപ്ലീറ്റ് കിടണം. ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ മുടി പൊട്ടും, അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് അതിന് പരിഹാരമുണ്ട്. ഫുഡും ഒക്കെ കഴിക്കണം, പരിഹാരവും ചെയ്യണം. അപ്പം നമ്മൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട മോളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വന്നത്. പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു പ്രഹസനം ചോദ്യം, അവരെന്നായാലും നന്നായി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. പക്ഷെ നമ്മൾ ചോദിക്കണമല്ലോ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എന്ത് ഭംഗിയാണ്. അപ്പം ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ വന്ന് ചെയ്യുക. എൻ്റെ അഭിപ്രായം കരാട്ടിൻ ചെയ്യാനാണ്. പിന്നെ ഹെയർ ലാക്സിങ് വേണ്ടവർക്ക് ഹെയർ ലാക്സിങ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് മാത്രം ചെയ്യാൻ വരുന്നവരുണ്ട്, അവർക്കൊക്കെ ഹെയർ ലാക്സിങ് ഒക്കെയാണ് ചെയ്യണേ. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. കരാട്ടിന് ഫ്രണ്ട് മാത്രം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഏത് വേണേലും ഒക്കെ ചെയ്യാം. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോലെ യേശുവിൻ്റെ കൃപയാൽ ഇതുപോലെ മനോഹരാക്കി തരാം. ശരിയെന്ന്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടൂല, മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ലേ, ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെ വീഡിയോ പിടിക്കേണ്ടത്. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു അല്ലേ അതിൻ്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ, അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ് ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് പുറത്ത് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കി ഇട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളുടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു ഇങ്ങനെ പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതേ ഇപ്പോൾ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടാകുന്ന കൊച്ചാർന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ പാടില്ലായിരുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, അതിന് അടിമയായിപ്പോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖവും നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മളീ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നെടുത്തിട്ട് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസ്സും തരാൻ മതിയായവനെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ജിലേബി വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവില്ല. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരണം, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ
അപ്പോൾ കൗണ്ടൊക്കെ കൂടി ഹീമോഗ്ലോബിനൊക്കെ കൂടി അത് കൂടിപ്പോയി. അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല വെക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്.